സെന്നിലെ വളരെ ബ്യൂട്ടിഫുള്ളായൊരു കഥയുണ്ട്. വളരെ പാവപ്പെട്ട ഒരു സന്യാസി. അദ്ദേഹം ഒരു ചെറ്റക്കുടിലിൽ വളരെ കഷ്ടപ്പെട്ട് താമസിച്ചിരുന്നു. അദ്ദേഹത്തിലേക്ക് അടുത്തേക്ക് 2 ശിഷ്യന്മാരെത്തി. അവർ കുറച്ചേറെ കാലം വിദ്യകൾ അഭ്യസിച്ചു. അതിനുശേഷം ഇവർ ഗുരുവിനോട് പറഞ്ഞു, ഞാൻ അങ്ങേക്ക് നല്ല ഒരു വീട് വെച്ച് തരട്ടെ. ഇത് വളരെ മോശമല്ലേ, ഒരുപാട് നനയുകയൊക്കെ ചെയ്യുന്നു. ഗുരു പറഞ്ഞു, തീർച്ചയായിട്ടും ആയിക്കോട്ടെ. അപ്പോൾ ഇവർ 2 പേരും അത് ഏറ്റെടുത്തു. ഇതിൻ്റെ സാധന സാമഗ്രികളെല്ലാം കളക്ട് ചെയ്യുന്ന ഒരു ശിഷ്യൻ, അയാൾ പറഞ്ഞു, ഞാനിതൊക്കെ കളക്ട് ചെയ്തോളാം. മറ്റേ ആൾ പറഞ്ഞു, ഞാനിത് പണിത് തരാം. ഗുരുവിന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം പണിയെല്ലാം കഴിഞ്ഞ് ഇവർ വിശ്രമിക്കുന്ന സമയത്ത് ഗുരു സമാധിയിലേക്ക് പോയി. സമാധിയിലേക്ക് പോയ സമയത്ത് ഇവർ രണ്ടും ഓർത്തു ഗുരു മരിച്ചാണ്, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ മുന്നിലിരുന്ന് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഞാൻ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തപ്പോൾ ഇതിന് എത്ര വിലയായി എന്ന് ഗുരുവിനറിയില്ല. ഞാൻ അദ്ദേഹത്തിന് സിദ്ധിയുണ്ടോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു എന്ന് മറ്റേ ശിഷ്യനോട് പറഞ്ഞു. അയാൾ പറഞ്ഞു, നീ മാത്രമല്ല പരീക്ഷിച്ചത്, ഞാനും പരീക്ഷിച്ചു. കാരണം ആ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട വീടിലെ 4 ആണി ഞാൻ വെച്ചിട്ടില്ല. അത് ഗുരു കണ്ടുപിടിക്കുമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധി ഞാനും ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുരു സമാധിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇവരോട് പറഞ്ഞു, ഒരു ചെടി അത് കിളുത്ത് വളർന്ന് മുകളിലേക്ക് വന്ന് സൂര്യനെ ആക്രമിച്ച് കഴിച്ചു, തിന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇമ്പോസിബിൾ, നടക്കില്ല, അങ്ങനെ നടക്കില്ല. ഈ ചെടിക്ക് ഒരു അബദ്ധവും പറ്റി. കാരണം ഈ വളർന്ന് പോയ സമയത്ത് തൻ്റെ വേരുകൾ ഭൂമിയിലാണ് ഉറച്ചിരുന്നതെന്ന് മനസ്സിലാക്കാനും വൈകിപ്പോയി എന്ന്. 2 പേർക്ക് മനസ്സിലായില്ല. ഗുരു ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നാണ് കഥ. ഈ കഥ മനസ്സിലാക്കുവാൻ അവർക്ക് ഏകദേശം 40ഓളം വർഷങ്ങൾ വീണ്ടും വരേണ്ടി വന്നു എന്നുള്ളതാണ് സെന്ന് പറയുന്നത്. എത്ര ബ്യൂട്ടിഫുൾ അല്ലേ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.